സമാഗമന കൂടാരം സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ എന്തോ മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തോ മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കൾ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവം തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദർഭം ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവകരങ്ങളിൽ താഴ്ത്തി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സമാഗമന കൂടാരം എന്ന വിഷയമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് പോരുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ഇന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന് തുടർച്ചയായി പ്രാകാരത്തിൻ്റെ തൂണുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാര തൂണുകൾ 60 തൂണുകളാണ് സമാഗമന കൂടാരത്തിന് ഉള്ളത്, പ്രാകാരത്തിനുള്ളത്. നീളമുള്ളതായ 2 വശങ്ങളിൽ 20 തൂണുകൾ വീതം, 20 40. മറ്റ് 2 വശങ്ങളിൽ 10 തൂണുകൾ വീതം, 40 20 60. അങ്ങനെ 60 തൂണുകളാണ് സമാഗമന കൂടാരത്തിനുള്ളത്. ഈ തൂണുകൾ പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ളതായ പ്രാകാരത്തൂണുകൾ കൂടാതെ തിരുനിവാസത്തിലേക്ക്, പ്രാകാരത്തിലേക്ക് നാം പ്രവേശിക്കുന്ന പ്രാകാരവാതിലിൽ ഒരു വാതിൽമറ തൂക്കിയിട്ടുണ്ട്. ആ വാതിൽമറ തൂക്കിയിട്ടിരിക്കുന്ന 4 തൂണുകളുണ്ട്. അത് പ്രാകാരത്തൂണുകളല്ല, വാതിൽമറ തൂക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷപ്പെട്ട 4 തൂണുകളാണ്. ആ തൂണുകൾ വെള്ളിച്ചൂടുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് പൊന്നാണ് പൊതിഞ്ഞിരിക്കുന്നത്. മറ്റ് പ്രാകാരത്തിൻ്റെ തൂണുകൾ താമ്രച്ചൂടുകളിൽ ഉറപ്പിച്ചിരിക്കുന്നു, താമ്രം പൊതിഞ്ഞിരിക്കുന്നു, താമ്ര കൊളുത്തുകളുണ്ട്. വീണ്ടും തിരുനിവാസത്തിലേക്ക്, വിശുദ്ധ സ്ഥലത്തിലേക്കും അതിവിശുദ്ധ സ്ഥലത്തിലേക്കും നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ മറശീലയുണ്ട്. പ്രാകാരവും വിശുദ്ധ സ്ഥലവും തമ്മിൽ മറയ്ക്കുന്നതായ മറശീലയുണ്ട്.
വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായ തിരശീലയുണ്ട്, അവ തൂക്കിയിടുന്ന തൂണുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തൂണുകളെല്ലാം ഒരേ സ്ഥലത്തല്ല നിൽക്കുന്നത്. തൂണുകൾ പല സ്ഥലങ്ങളിലായി നിർത്തിയിരിക്കുകയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഓരോ തൂണുകളും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, നാം ആണ് ആലയത്തിൻ്റെ തൂണുകൾ. തൂണുകളായി എണ്ണപ്പെട്ടവരുണ്ട്, എണ്ണപ്പെട്ട തൂണുകൾ, എണ്ണങ്ങളുണ്ട്, കൃത്യമായ എണ്ണമുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തൂണിട്ട് കൊടുക്കുകയല്ല. നിർത്തിയിരിക്കുന്ന കൃത്യമായ സ്ഥാനങ്ങളുണ്ട്, കൃത്യമായ എണ്ണമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും സഭയാവുന്ന ആലയത്തിലായിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നതായ തൂണുകൾ, സ്ഥാനങ്ങളുണ്ട്. മൂലത്തൂണുണ്ട്, നടുത്തൂണുണ്ട്, അങ്ങനെ പല സ്ഥാനങ്ങളിൽ നമ്മെ നിർത്തിയിരിക്കുന്നു. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. എല്ലാ തൂണുകളും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. പ്രാകാരത്തിൻ്റെ മറശീല തൂക്കുന്നതായ തൂണുകളുണ്ട്, തിരശീല തൂക്കുന്നതായ തൂണുകളുണ്ട്, വാതിൽ മറ തൂക്കുന്നതായ തൂണുകളുണ്ട്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവമക്കൾ എല്ലാവരും ഒരേ നിലയിലല്ല. നമ്മെ ഓരോരുത്തരെയും ദൈവം നിർത്തിയിരിക്കുന്നതായ സ്ഥാനത്ത് നാം വിശ്വസ്തരായി നിൽക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ആ തൂണുകളുടെ ഒരു പിക്ചർ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ആ തൂണ് ഒരു സിംഗിളായിട്ടുള്ളൊരു തൂണ്, അതിൻ്റെ ചുവടുകൾ താമ്രച്ചുവട്, താമ്രം പൊതിഞ്ഞിരിക്കുന്നു. മുകളിൽ വെള്ളി കൊണ്ടുള്ളതായ ചുറ്റുപടിയുണ്ട്, വെള്ളി കൊണ്ടുള്ള കൊളുത്തുണ്ട്, വെള്ളിക്കൊളുത്തുണ്ട്. ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു തൂണ്. ഈ തൂണുകൾ ഓരോന്നും നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ തൂണുകളുടെ പ്രത്യേകത, ഒന്നാമതായിട്ട് പ്രാകാരവാതിലിൻ്റെ തൂണുകൾ. പ്രാകാരവാതിലിൻ്റെ തൂണുകൾ നമുക്ക് പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 32-ാമത്തെ വാക്യം. പൊന്ന് പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചൂടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. വീണ്ടും അതിൻ്റെ 36-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവൻ ഒരു തിരശ്ശീലയും ഉണ്ടാക്കി. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് ഖദിര മരം കൊണ്ട് 4 തൂണുമുണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരന്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തുമുണ്ടാക്കി. അവയുടെ കുമിഴുകളും മേൽ ചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5 താമ്രം കൊണ്ടായിരുന്നു. ഇവിടെ നാം കാണുന്നത് 35 മുതലുള്ളതായ വാക്യങ്ങളിൽ വാതിൽമറയുടെ ശീല, തുണി, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീല ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് വാതിൽമറ, പ്രാകാരത്തിലേക്ക് കടക്കുന്നതായ വാതിൽമറ തൂക്കുന്ന തൂണുകൾ, അതിന് ഖദിരമരം കൊണ്ട് 4 തൂണുണ്ടാക്കി. ഖദിരമരം കൊണ്ടുണ്ടാക്കിയതായ 4 തൂണുകൾ അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞു. താമരമല്ല,
ആ തൂണുകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവടുകൾ വാർപ്പിച്ചു. പ്രാകാരവാതിലിൻ്റെ മറശ്ശീല നോക്കുന്ന തൂണുകളാണ്. 4 തൂണുകളിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന, ചിത്രപ്പണിയായി നെയ്തുണ്ടാക്കുന്ന വാതിൽമറ. അത് 4 തൂണുകളിൽ വിടർത്തി തൂക്കിയിട്ടിരിക്കുകയാണ്. ആ തൂണുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അത് താമ്രച്ചുവട്ടിലല്ല, വെള്ളിയാണ്. വെള്ളി ചുവട്ടിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെയുള്ളതായ 4 തൂണുകൾ കൊണ്ടാണ് പ്രാകാരവാതിലിൻ്റെ വാതിൽ മറ തൂക്കിയിട്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ 26-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം വായിച്ചത് തന്നെയാണ്. പൊന്ന് പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ട് 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. ഇത് ഓരോന്നും ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ്. വളരെയേറെ അർത്ഥങ്ങളുള്ളതായ കാര്യങ്ങളാണ് ഇതെല്ലാം, ഇത് ഓരോന്നും. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഉപദേശങ്ങളല്ല, അനേക ഉപദേശ സത്യങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. സഭയിൽ ഉള്ളതായ ഉപദേശ സത്യങ്ങളെ അത് കാണിക്കുകയാണ്. അതിൻ്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ തൂണുകളുടെ, പ്രാകാരവാതിലിൻ്റെ തൂണുകളുടെ ചില പ്രത്യേകതകൾ, അത് ഓരോന്നായിട്ട് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഈ തൂണുകളുടെ പ്രത്യേകതകൾ, അതിൽ ഒന്നാമത്തെ പ്രത്യേകത, പ്രാകാരവാതിലിൻ്റെ തൂണുകൾ വെള്ളി ചുവടുകളിന്മേൽ നിൽക്കണമെന്നുള്ളതാണ്. വെള്ളി ചുവടുകളിൽ നിൽക്കണം. ഈ സമാഗമന കൂടാരത്തിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ, ഏകവാതിൽ എന്ന് പറഞ്ഞാൽ ആത്മീക അനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ, ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഞാനത് ആദ്യ ദിവസം പറഞ്ഞതാണ്. മറ്റൊരു വഴിയുമില്ല. ദൈവത്തോട് അടുക്കണമോ, ദൈവരാജ്യത്തിൽ പോകണമോ, ദൈവത്തെ ആരാധിക്കണമോ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വഴിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വന്ന് ആരാധിക്കാനുള്ള ആലയത്തിൽ സൗകര്യാർത്ഥം, ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ഒറ്റ വാതിലേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏക വാതിൽ. ഈ ഏക വാതിലിൽ തൂക്കിയിരിക്കുന്നതായ വാതിൽമറ തൂക്കിയിരിക്കുന്ന 4 തൂണുകൾ, ഈ 4 തൂണുകൾക്കും വെള്ളി കൊണ്ടുള്ളതായ ചുവടുകൾ ഉണ്ടായിരുന്നു. 4 ചുവടുകൾ ഉണ്ടായിരുന്നു.
ഈ തൂണുകൾ ആ വെള്ളി ചുവടുകളിൽ ഉറപ്പിക്കണം, ആ വെള്ളി ചുവടുകളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതായിരുന്നു ദൈവകൽപ്പന. ഈ തൂണുകൾ നിർത്താൻ, അതിൻ്റെ ചുവടുകളെല്ലാം ഉണ്ടാക്കാനുള്ളതായ വെള്ളി, അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതായ വെള്ളി മുഴുവനും ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കെൽ വെള്ളി വീതം ഓരോരുത്തരും കൊടുക്കണം. അങ്ങനെ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് വിലയായി ദൈവാലയത്തിലേക്ക് അർപ്പിച്ച 1/2 ശേക്കെൽ വെള്ളിയുടെ ശേഖരത്തിൽ നിന്നുമാണ് ഈ തൂണുകളുടെ ചുവടുകൾ വാർക്കാനുള്ള വെള്ളി എടുത്തിരുന്നത്. 38-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം, അതിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,03,550 പേരിൽ ഓരോരുത്തന് ഓരോ വെക്ക വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കെലാകുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മറശ്ശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം 100 ചുവടിന് 100 താലന്ത് വെള്ളി ചെലവായി. ശേഷിപ്പുള്ള 1775 ശേക്കെൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കമിഴ് പൊതിയുകയും മേൽ ചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ശേക്കെലുമായിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിന്റെ ചുവടുകളും താമ്രയാഗപീഠവും അതിന്റെ താമ്ര ജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റുപ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിന്റെ ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി. ഓരോ ഇസ്രായേൽ ജനവും അവരുടെ വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കെൽ വെള്ളി ദൈവാലയത്തിലേക്ക് കൊടുക്കണം. അങ്ങനെ വീണ്ടെടുപ്പ് വിലയായി ലഭിച്ചതായ വെള്ളി ഉപയോഗിച്ചാണ് ഈ തൂണുകളുടെ ചുവടുകളും കൊളുത്തുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളി കാണിക്കുന്നത് വീണ്ടെടുപ്പിനെയാണ്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. വീണ്ടെടുപ്പ് വിലയാണ് വെള്ളി. പഴയ നിയമ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയാണ് വെള്ളി. എന്നാൽ ഈ നമുക്ക് ലഭിച്ചതായ വീണ്ടെടുപ്പിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പഴയ നിയമ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വില 1/2 ശേക്കെൽ വെള്ളിയാണ്. ഓരോരുത്തനും വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കെൽ വെള്ളി ദൈവാലയത്തിലേക്ക് കൊടുക്കണമായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ളതായ വീണ്ടെടുപ്പിൻ്റെ വിലയെക്കുറിച്ച്, നമുക്ക് കിട്ടിയിരിക്കുന്നതായ വീണ്ടെടുപ്പിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് നാം വായിക്കുന്നത്? 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിൻ്റെ വിലയായി നൽകിയത്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വലിപ്പം
വെള്ളി പൊന്നല്ല കൊടുത്തത്. പഴയ നിയമ ഇസ്രായേൽ വെള്ളിയാണ് കൊടുത്തത് വീണ്ടെടുപ്പ് വിലയായി. നമ്മുടെ വീണ്ടെടുപ്പ് വില ക്രിസ്തുവിൻ്റെ രക്തമാണ്. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊന്നുമല്ല. അപ്പോൾ ഈ തൂണുകൾ വെള്ളിച്ചുവടുകളിലാണ് നിൽക്കുന്നത്. ആരാണ് ഈ തൂണുകൾ? പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം അതിൻ്റെ പൊരുളാണ്. എന്തിനെയാണ് കാണിക്കുന്നത്? ആ തൂണുകൾ നാമാണ്. നാം ഓരോരുത്തരുമാണ് ഈ തൂണുകൾ. ഈ സഭയാവുന്ന ആലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവം സഭയാവുന്ന ആലയത്തിൽ വെട്ടിക്കൊണ്ടുവന്ന് ചെത്തി മിനുക്കി നിർത്തിയിരിക്കുന്ന തൂണുകളായ നാം എങ്ങനെയാണ് നിൽക്കേണ്ടത്? എവിടെയാണ് നിൽക്കേണ്ടത്? ആരാണ് തൂണുകൾ? വെളിപ്പാടിൽ നിന്ന് വായിച്ചു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണുകളാക്കുമെന്ന്. തൂണുകൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എവിടെയാണ് തൂണുകൾ നിൽക്കേണ്ടത്? വെള്ളി ചുവട്ടിൽ നിൽക്കണം. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. നമുക്കായി നൽകിയ വീണ്ടെടുപ്പ് വില വെള്ളിയല്ല, അത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുകയും എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം ചൊരിയുകയും ചെയ്തു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസമില്ലാത്ത യാതൊരാൾക്കും ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ ജനത്തിനു മുമ്പാകെ വരച്ചു കാട്ടുവാൻ അനുവാദമില്ല. പുറമേ നോക്കുന്ന ഒരാൾ ആ വാതിലിൽ വിടർന്ന് തൂങ്ങിക്കിടക്കുന്ന തെരശീൽ വാതിൽ മറയാണ് കാണുന്നത്. ആ ശീല നീലനൂൽ, ധൂമനൂൽ, ചുവപ്പ് നൂൽ, വെള്ള നൂൽ എന്നിവ കൊണ്ട് നെയ്തുണ്ടാക്കിയ ആ വാതിൽ മറയാണ് കാണുന്നത്. ആ വാതിൽ മറ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഈ തൂണുകളിൽ വിടർത്തിക്കെട്ടുന്നതായ വാതിൽ മറ ക്രിസ്തുവിനെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സിയോൻ ഗീതാവലിയിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. സിയോൻ ഗീതാവലിയിൽ നമ്മളത് കാണുന്നുണ്ട്. അത് പല നമ്പറുകളിലാണ്, പലർക്കും പല നമ്പറുകളിലാണുള്ളത്. ഒരു വളരെ മനോഹരമായ ഒരു പാട്ടാണ്. എന്തു മനോഹരമേ ഈ കാണുന്നത്, എന്തതിശയമേ, എന്തൊരതിശയമേ ദൈവസ്വരൂപത്തെ. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ടുണ്ട്. അതിനകത്ത് ഈ തിരശ്ശീലയെക്കുറിച്ച് ഈ വാതിൽ മറയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു, ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സിയോൻ മണവാളനും പതി
പതിവ്രതയാകും തിരുസഭയ്ക്കും സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ ഏകമാം വാതിലോടും 60 തൂണുകളോടും കൂടെ ഏകമാം വാതിലോടും 60 തൂണുകളോടും കൂടെ ഏകദൈവനിധിയിൽ വെളിപ്പെടാം വെള്ളത്തിരശിലയാൽ ഏകദൈവനിധിയിൽ വെളിപ്പെടാം വെള്ളത്തിരശിലയാൽ ആകെ മറച്ചതിനുള്ളിലവരുടെ ആകെ മറച്ചതിനുള്ളിലവരുടെ നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാ പഞ്ഞിനൂലും നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാ പഞ്ഞിനൂലും 4 നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ 4 നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ ബാലാനീലൻ ഊദിച്ചേലോഹിം രാജന്റെ ബാലാനീലൻ ഊദിച്ചേലോഹിം രാജന്റെ ശീലഗുണമോരോ നോതും നീലോകർക്കായി ശീലഗുണമോരോ നോതും നീലോകർക്കായി എന്തു മനോഹരം ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തോരതിശയം ദൈവസ്വരൂപത്തെ എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ. വളരെ നീണ്ട ഒരു പാട്ടാണിത്, വളരെ ദീർഘമായ ഒരു പാട്ട്, വളരെ അർത്ഥവത്തായ നല്ല വചനജ്ഞാനമുള്ള ഒരു ഭക്തൻ എഴുതിയ പാട്ടാണ്. നല്ല സംഗീത ഈണങ്ങളെല്ലാം ഉള്ള മനോഹരമായൊരു പാട്ടാണത്. നമ്മുടെ സിയോൻ ഗീതാവലിയിലുണ്ട് എന്ത് മനോഹരമേ ഈ കാണുന്നത് എന്ത് അതിശയമേ എന്നുള്ള പാട്ട്. നിങ്ങളതൊന്ന് മുഴുവനൊന്ന് നമുക്ക് ഒരു പാട്ട് പാടാൻ അറിയാൻ പാടില്ലാത്തവർക്കും പാടാവുന്ന പാട്ടാണത്. എൻ്റെ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ വളരെ അർത്ഥവത്തായതായ പാട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ പ്രാകാരത്തിൻ്റെ 4 തൂണുകളിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, വെള്ളനൂൽ എന്നിവയാൽ
നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി നെയ്തുണ്ടാക്കിയതായ ഈ വാതിൽമറ കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഈ വാതിൽമറ വിടർത്തി തൂക്കിയിടാൻ വേണ്ടിയാണ് ഈ പ്രാകാരത്തെ തൂണുകളെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒരർത്ഥം 4 സുവിശേഷങ്ങളിൽ ക്രിസ്തു വിടർന്നു നിൽക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് മുമ്പിൽ വിടർത്തി കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ വിഷയം തൂണായതുകൊണ്ട് ഞാൻ അതിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ തിരശീല മാത്രം, ഈ വാതിൽമറ മാത്രം ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാനുള്ള വിഷയമുണ്ട്. ഒരു ദിവസം എടുത്താലും തീരില്ല. വാതിൽമറ മാത്രം. ലോകത്തിന് മുമ്പിൽ യേശു ക്രിസ്തുവിനെ വിടർത്തിക്കാട്ടേണ്ടവരാണ് നാമാണ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് നമ്മെ നോക്കിയാണ് യേശുവിനെ കാണേണ്ടത്. അപ്പോൾ ഈ തൂണുകൾ നേരെ ചുവ നിന്നില്ലെങ്കിലോ? ഈ 4 തൂണുകളും നേരെ ചുവ നിന്നില്ലെങ്കിലത്തെ സ്ഥിതി എന്താണ്? നാം ചിന്തിച്ച് നോക്കണം. നമ്മുടെ ശുശ്രൂഷകൾ എത്ര ഗൗരവമുള്ളതാണെന്ന് നാം ഓർക്കണം. ദൈവമക്കളായ നമ്മൾ നേരെ ചുവ നിന്നില്ല എങ്കിൽ ഈ തൂണുകൾ വേണമെങ്കിൽ ഒന്ന് കുറിച്ചിടുന്ന എന്നോട്ട് തന്നോളാം. വെള്ളി ചുവടുകളിൽ നിൽക്കണമെന്നുള്ളതായ ഉപദേശം എന്തിനെയാണ് കാണിക്കുന്നത്? ഇതെല്ലാം ഉപദേശ സത്യമാണ്. സഭയിൽ നൽകപ്പെട്ടിട്ടുള്ളതായ ഉപദേശങ്ങളാണ്. എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തത്തിനായി ഞാൻ ചെയ്ത എൻ്റെ സകല പാപങ്ങളുടെയും പ്രായശ്ചിത്തത്തിനായി യേശുക്രിസ്തു ക്രൂസിൽ മരിക്കുകയും എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ്റെ വിലയേറിയ രക്തം ചൊരിയുകയും ചെയ്തു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസമില്ലാത്ത യാതൊരാൾക്കും ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ ദൈവജനത്തിനു മുമ്പാകെ, ലോകത്തിനു മുമ്പാകെ വിരിച്ചു കാട്ടുവാൻ അനുവാദമില്ല. വെള്ളിച്ചോടിൽ നിൽക്കാത്ത ആർക്കും, തോന്നിയവർക്കൊന്നും സുവിശേഷം പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല. എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അനുവാദമില്ല. യേശുവിനെ കുറിച്ച് പറയണമോ? അവനെ സാക്ഷിക്കണമോ? അവൻ്റെ വേല ചെയ്യണമോ? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ചു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസം അനുഭവിക്കാത്ത, ആ വിശ്വാസമില്ലാത്ത ഒരാൾക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് മിണ്ടാൻ അനുവാദമില്ല. അവൻ ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ അനുവാദമില്ല. ആത്മീയ ശുശ്രൂഷകൾക്ക് സാധ്യമല്ല. വെള്ളിച്ചൂടിൽ നിൽക്കാൻ തയ്യാറാകണം. എവിടെയെങ്കിലും നിന്നുകൊണ്ടൊന്നും സുവിശേഷം പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നടന്നുകൊണ്ട് പറയാനുള്ളതല്ല സുവിശേഷം. ആർക്കും പറയാനുള്ളതല്ല സുവിശേഷം. വെള്ളിച്ചൂടുകൾ നിൽക്കുന്ന തൂണുകൾക്ക് മാത്രമേ ഈ വാതിൽമറയെ വിടർത്തിക്കാട്ടാൻ കഴിയുകയുള്ളൂ. എന്താണ് അടിസ്ഥാന വിശ്വാസം? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി, എൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി എൻ്റെ യേശു ക്രൂശിൽ മരിച്ചു. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, വീണ്ടെടുപ്പ് വിലയായി അവൻ്റെ വിലയേറിയ രക്തം ചൊരിയുകയും ചെയ്തു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസമില്ലാത്ത ഒരാൾക്കും ക്രിസ്തുവിനെ വിടർത്തിക്കാട്ടുവാൻ, വരച്ചു കാണിക്കുവാൻ അനുവാദമില്ല. അടിസ്ഥാനം അതാണ്. വെള്ളി, വീണ്ടെടുപ്പ്. വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് പറ്റൂ. പടാറുള്ള വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുക. വീണ്ടെടുപ്പ് അനുഭവിക്കാത്ത ഒരുത്തനും നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി നിർത്തുന്നത് ഒരു പാറയിലാണ്. അത് ക്രിസ്തു എന്ന പാറയാണ്. വീണ്ടെടുപ്പ്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കർത്താവായ യേശു ക്രിസ്തുവാണ്.
കർത്താവായ യേശു ക്രിസ്തു എന്ന പാറ, ആ അടിത്തറ, ദൈവത്തിന് സ്തോത്രം. ആ പാറയിലാണ് വിശ്വാസം എന്ന പാറ. പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ വിശ്വാസം എന്ന പാറ അതാണിത്. നമ്മൾ വിശ്വാസം, നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. തൂണുകൾ നേരെ നിന്നുകൊള്ളണം. ഈ ചുവടിൽ നിന്ന് മാറരുത്. ചുവനെ നിന്നുകൊള്ളണം. ഈ ചുവട്, ഈ തൂണ് തെന്നി മാറിപ്പോവുകയോ ചെരിഞ്ഞു പോകുകയോ ചാഞ്ഞു പോവുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ വാതിൽമറ ചുളുങ്ങിപ്പോകും. നമുക്കറിയാലോ, 4 തൂണുകളിൽ ഒരു ശീല വലിച്ചു കെട്ടിയിരിക്കുന്നു. അതിലൊരു തൂണ് അത് നിർത്തിയിരിക്കുന്ന അതിൻ്റെ ബേസിൽ നിന്ന് നിങ്ങൾ തെന്നി മാറിപ്പോയി, ചെരിഞ്ഞു പോയി. എന്തു പറ്റും? ഒരുപക്ഷെ മനോഹരമായ ഒരു ചിത്രമായിരിക്കും അതിൽ നെയ്തിട്ടുള്ളത്. ചുളുങ്ങിപ്പോകും, ആ ചിത്രം കാണാൻ കഴിയില്ല. ആ ശീല ചുളുങ്ങിപ്പോകും. ഇന്ന് ക്രിസ്തു ലോകത്തിന് മുമ്പിൽ ചുളുങ്ങിപ്പോവുകയാണ്. എന്തു കാരണം? വിശ്വാസികൾ നിൽക്കേണ്ടതുപോലെ നിൽക്കുന്നില്ല, ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം നേരെ ചുവ നിന്നില്ല എങ്കിൽ, ഞാനും നിങ്ങൾ നിൽക്കേണ്ടതുപോലെ നിന്നില്ല എങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് മറശീല തൂക്കിയിരിക്കുന്ന ആ തൂണുകളാണ്. അതുപോലെ പ്രാകാരത്തിന് തൂണുകളുണ്ട്. പ്രാകാരത്തിന് തൂണുകൾ അതിന് വെള്ളി കൊളുത്തുണ്ട്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്, നമ്മൾ വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നത് വെള്ളി കൊളുത്തുണ്ട്. പ്രാകാരത്തിൻ്റെ ശീല തൂക്കിയിരിക്കുന്നതായ തൂണുകൾ അത് 2 വശങ്ങളിലേക്കും 2 കയറുകളാൽ അടിച്ചിരിക്കുന്നതായി കുറ്റികളിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായി അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇല്ലേ, ചിത്രം കാണാൻ പറ്റുന്നുണ്ടോ? പ്രാകാരത്തിൻ്റെ തൂണുകളാണ്. 60 തൂണുകൾ, ഇതുപോലത്തെ 60 തൂണുകളുണ്ട്. 60 തൂണുകൾ. ഓരോ തൂണും ഇത് താമര ചൂട്ടിലാണ് നിൽക്കുന്നത്. അത് വെള്ളിക്കൊളുത്ത്, ഇതിൻ്റെ ആ വെള്ളിക്കൊളുത്തുണ്ട്. വെള്ളിക്കൊളുത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും, ആലയത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും അടിച്ചിരിക്കുന്ന കുറ്റി, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞുകൊള്ളാം. അടിച്ചിരിക്കുന്ന കുറ്റിയിലേക്ക് കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കയറുകൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുക. വാസ്തവത്തിൽ ആ തൂണുകളെ നേരെ നിർത്തുന്നത്, ചുവനെ നിർത്തുന്നത് ആ കയറുകളാണ്. ചിന്തിക്കുക, ഒരു തൂണ് ചെരിഞ്ഞു പോയി, ചാഞ്ഞുപോയി. ചാഞ്ഞു പോകണമെങ്കിൽ കയറ് പൊട്ടണം. ആ കയറുള്ളിടത്തോളം കാലം ചാഞ്ഞു പോവുകയില്ല. അത് നമ്മൾ നിർത്തുന്നത് ദൈവ കൃപയാലല്ലേ, കൃപയാലെന്നും പാടൂല്ലേ. നിന്നതല്ല ഞാൻ, നിർത്തിയതാണ് എന്നെ പൊന്നേശുവേ കൃപയാൽ. ഈ വലിച്ചു കെട്ടിയിരിക്കുന്നതായ ശീലകൾ മരുഭൂമിയാണല്ലോ. സമാധാനോടാൻ കെട്ടിയിരുന്ന മരുഭൂമിയില്ല. ഈ മരുഭൂമിയിൽ മരുക്കാറ്റടിച്ച് മണൽ പൊടികളൊക്കെ പറക്കും. ഇതിനകത്ത് അതിവിശുദ്ധമായ ഉപകരണങ്ങളുണ്ട്, ആരാധന ഉപകരണങ്ങൾ. യാഗപീഠമുണ്ട്. യാഗപീഠത്തിൻ്റെ ചട്ടിയും കലവും കൊളുത്തും ചവിണയും അങ്ങനെയുള്ള ഒത്തിരി അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. താമ്രത്തൊട്ടിയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആലയത്തിൻ്റെ അകത്തേക്ക് വന്ന് പൊടി കയറി, പുറത്തുള്ള പൊടിപടലങ്ങൾ, അഴുക്കുകൾ ആലയത്തിൻ്റെ അകത്തേക്ക് കയറി ആലയത്തിൻ്റെ അകത്തുള്ളതെല്ലാം മലിനമായി പോകും, മലിനപ്പെട്ടു പോകും. എന്ത് സംഭവിച്ചാൽ ഒരു തൂടൊന്ന് ചെരിഞ്ഞു പോയാൽ മതി. ഇന്ന് ആത്മീയ രംഗങ്ങൾ നശിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മീയ രംഗങ്ങൾ തകരുന്നത് എന്തുകൊണ്ടാണ്? ഞാനീ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനെന്ന ഒരാൾ ഒരു തൂണായി നമ്മുടെ കൂട്ടായ്മയിൽ നിൽക്കുന്നുവെങ്കിൽ, എൻ്റെ അടിത്തറ തെറ്റിയാൽ, ഞാൻ അല്പം ഒന്ന് തെന്നി മാറിപ്പോയാൽ,
എൻ്റെ ജീവിതത്തിൽ ഒരു കേട് വന്നാൽ, ഞാനത് ചാഞ്ഞ് ചെരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ആ വലിച്ചിരിക്കുന്നതായ ശീല അത് തളർന്ന് ചാടിപ്പോവും, ആ ശീല മാറിപ്പോവും. അപ്പം എന്തു പറ്റും? പുറമേ നിന്ന് അടിക്കുന്നതായ അഴുക്കും മാലിന്യങ്ങളും പൊടിക്കാറ്റും എല്ലാം അകത്തേക്ക് കയറും. നമ്മൾ ചിന്തിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു കൂട്ടായ്മ തകരുന്നത്? ദൈവമക്കളെല്ലാം നിൽക്കേണ്ടതുപോലെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു തൂണ് വേറൊരു തൂണിലേക്ക് ഒന്ന് ചായുന്നു, ഒന്ന് ചാഞ്ഞ് ചെരിഞ്ഞാൽ എന്ത് പറ്റും? ശീല ചുളുങ്ങിപ്പോവും. അടിത്തറ തെറ്റിയാൽ, ബേസ് തെറ്റിയാൽ എന്തു പറ്റും? ശീല തുളുങ്ങിപ്പോവും. നിങ്ങളതിൻ്റെ ആശയം കിട്ടിക്കാണുമെന്ന് കരുതും. ഞാൻ ആശയം ഒന്ന് ഉള്ളിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ആ ചിത്രം ഒന്ന് കാണിച്ചത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. വാസ്തവത്തിൽ നമ്മളൊക്കെ നിന്നതായ കൂട്ടായ്മയ്ക്ക് എന്നാ സംഭവിച്ചത്? തൂണുകൾ ചെരിഞ്ഞു, നിർത്തിയിരുന്ന തൂണുകൾ ചെരിഞ്ഞു, പുറമെയുള്ള പൊടിക്കാറ്റടിച്ചു, എല്ലാം ഒന്ന് അകത്തേക്ക് അങ്ങ് കയറി കുവിഞ്ഞു. അകത്തിരുന്ന അതിപരിശുദ്ധമായിരുന്നതെല്ലാം പൊടി മൂടിപ്പോയി. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. നമ്മളിന്ന് നിൽക്കുന്ന നമ്മളുടെ ഈ കൂട്ടായ്മ പരിശുദ്ധമായി സൂക്ഷിക്കപ്പെടണമെങ്കിൽ, ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ കയറിയിരിക്കുന്ന നമ്മളെല്ലാവരും തൂണുകൾ തന്നെയാണ്. കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന തൂണുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിൽ ഒരാൾ ചാഞ്ഞു പോയാൽ ഇതിനകത്തേക്ക് മാലിന്യം കയറും. എന്നാൽ ഈ ശീലകളെല്ലാം നല്ലപോലെ വലിച്ച് കെട്ടി, നല്ല സ്ട്രെങ്ത്തോടെ വലിച്ച് മുറുക്കി കെട്ടി, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നാൽ പുറത്ത് എന്തുമാത്രം പൊടിമാലിന്യങ്ങൾ പറന്നാലും അകത്ത് കയറില്ല, നിൽക്കേണ്ട പോലെ നിന്നാൽ. അതിനാണ് ഈ ഉപവാസമൊക്കെ വയ്ക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയും ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ള ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ ശുശ്രൂഷയുണ്ട്. ഈ തൂണുകളിൽ ഏതെങ്കിലും തൂണുകൾ തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തൂണുകളെ യഥാസ്ഥാനത്താക്കുന്ന ശുശ്രൂഷയുണ്ട്. ഇത് യഥാസ്ഥാനത്താക്കുന്നവരും തെന്നിപ്പോയാലോ എല്ലാം കൂടെ മറിഞ്ഞാടി വീഴും. പിന്നെ എല്ലാ കൊള്ളരുതായ്മകളും അകത്തേക്ക് കയറും. വളരെ കരുതലോടെ നിൽക്കണം. ഇപ്പോൾ നമ്മളൊരു വർഷാവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് നിൽക്കണം. ശരിയായ വീണ്ടെടുപ്പ് അനുഭവിച്ചാണോ നിൽക്കുന്നത്? എൻ്റെ ബേസ് മാറിയിട്ടുണ്ടോ? എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും കോട്ടം വന്നിട്ടുണ്ടോ? ഈ കയറ് നല്ലപോലെ സ്ട്രോങ് ആയി വലിച്ചു മുറുക്കി ബലത്തോടെ കെട്ടി നിർത്തിയിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ തൂണുകൾക്ക് പേടിക്കാനില്ല. തൂണ് പിന്നെ മറിയൊന്നുമില്ല. എന്തു വന്നാൽ, ആര് പിടിച്ചാലോ കുലിക്കാലൊന്നും ഈ കയറിൻ്റെ ബന്ധത്തിലാണ്. അത് സ്വർഗമായിട്ടുള്ള ബന്ധം. ഞാൻ പറഞ്ഞല്ലോ, അകത്തും പുറത്തുമുള്ള രണ്ട് കുറ്റികൾ. പിന്നീട് അതിലേക്ക് നമുക്ക് വന്നുകൊള്ളാം. നമ്മുടെ അകത്തുള്ളത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ മധ്യസ്ഥൻ ആരാണ്? പിതാവിൻ്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ ബന്ധം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് നിന്ന് മാറിപ്പോയാൽ, ആത്മാവ് മാറിപ്പോയാൽ തൂണ് വീണുപോകും, സംശയമില്ല. ഈ കയറിന് എന്തെങ്കിലും പറ്റിയാൽ തൂണ് മറിഞ്ഞു ചാടും. കുറ്റിയടിച്ച് ആ കുറ്റിയിലേക്ക് വലിച്ചിരുന്ന കയറിന് സംഭവിച്ചാൽ ആത്മാവ് മാറിപ്പോവില്ലേ? നമ്മുടെ അകത്ത് നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ, ക്രിസ്തുവുമായുള്ള ബന്ധം വിട്ടുപോയാൽ, ഈ തൂണിൻ്റെ കൊളുത്തിനെന്തെങ്കിലും പറ്റിയാൽ മതി, വെള്ളിക്കൊളുത്ത്. നമ്മളെ വീണ്ടെടുപ്പ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കറകൾ വന്നാൽ, മാലിന്യം വന്നാൽ, ചൊവ്വല്ലാത്ത എന്തെങ്കിലും വന്നാൽ,
തൂണുകൾ തിരിഞ്ഞു പോകും. നാം വളരെ കരുതലോടെ നിൽക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും ബേസ് മാറിയിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നാം എവിടെയെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വർഷാവസാന പ്രാർത്ഥനയെ ക്രമീകരിക്കുന്നത്. ചടങ്ങായിട്ട് വയ്ക്കാനല്ല. എപ്പോഴെങ്കിലുമൊക്കെ നിന്ന് ചിന്തിക്കണമല്ലോ. ഓടി നടന്നാൽ കാര്യമുണ്ടോ? ഓടിയാൽ നമ്മൾ അറിയുമോ? ഓടി നടന്നാൽ നമുക്കത് പിടികിട്ടുമോ? ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് ദൈവം കൃപാവരങ്ങളോടെ നിർത്തിയിരിക്കുന്ന ദൈവമക്കളുടെ കൃപാവരങ്ങളിലുള്ള ശുശ്രൂഷകളാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ളതായ ശുശ്രൂഷ ദൈവം സഭയിൽ പരമേൽപ്പിച്ചിട്ടുണ്ട്. കീഴ്പ്പെട്ടിരുന്ന് നാം യഥാസ്ഥാനപ്പെട്ട ഒരു പൊതുവർഷത്തിലേക്ക് പോകാനിടയാകണം. ഇനിയും നാം ബൈബിൾ ക്ലാസ്സായി കൂടി വരുന്നത് 2025 നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ. കർത്താവേ, എവിടെയെല്ലാം കേടുകൾ വന്നിട്ടുണ്ട്, എവിടെയെല്ലാം പോരായ്മകൾ വന്നിട്ടുണ്ട്. കർത്താവേ, എന്നെ നിർത്തിയിരിക്കുന്നതായ സ്ഥാനത്ത് എനിക്ക് യോഗ്യതയുണ്ടായിട്ടല്ല ഞാനിവിടെ നിന്നത്. എന്നെ വെട്ടിയെടുത്തുകൊണ്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി വൻകാട്ടിൽ നിന്നിരുന്ന എന്നെ യോർദാന്റെ വൻകാടുകളിൽ എന്ന പോലെ കൊടുങ്കാടുകളിലാണ് എന്നെ മുൾപ്പടർപ്പുകൾക്കിടയിൽ എന്തെല്ലാം വള്ളിക്കെട്ടുകളിൽ കിടന്ന ജീവിതമാണ് എൻ്റേത്. ഞാൻ ഏതെല്ലാം വള്ളിക്കെട്ടുകളിൽ ജീവിച്ചു പോന്നവനാണ്. കർത്താവെ, കാട്ടുവള്ളികൾ എവിടെയെല്ലാം ചുറ്റിക്കിടന്നവനാണ്. ഒരു ചുവമില്ലാത്ത കിടന്ന എന്നെ തൊഴിൽക്കാർ കണ്ടാൽ, നമ്മളാണെങ്കിൽ ഒരു മരം വെട്ടാൻ പോയാൽ കൊള്ളാകുന്ന മരമല്ലേ വെട്ടുകയുള്ളൂ. എന്നാൽ നമ്മുടെ യോഗ്യത കണ്ടുകൊണ്ടാണോ നമ്മെ വെട്ടി മുറിച്ചെടുത്തത്? നേരെ ചൊവ്വേ നടക്കുന്നവരെയാണ്, നേരെ ചൊവ്വേ വളരുന്ന മരങ്ങളാണ് ആലയത്തിന് പണിക്ക് വേണ്ടി കൊണ്ടുവരുന്നതെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ടു പോന്നേനെ. എന്നാൽ തൊഴിൽക്കാരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവിന്, എൻ്റെ മേൽ കണ്ണുവെച്ച ദൈവത്തിന്, എൻ്റെ മേൽ കണ്ണുവെച്ച് അവൻ എന്നെയും വെട്ടിക്കൊണ്ടുവരുവാൻ പ്രസാദമായി. തൊഴിൽക്കാരനെയും വെട്ടിക്കൊണ്ടുവന്നു ഈ ആലയത്തിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നെ ചെത്തി, ഒത്തിരി ചെത്തി. എൻ്റെ എല്ലാ രംഗങ്ങളും ചെത്തി എന്നെ ചൂവുള്ളവനാക്കി, ചേലുള്ളവനാക്കി എന്നെ നിർത്തിയിരിക്കുമ്പോൾ, കർത്താവേ, ഞാനിതിൻ്റെ വിലയെ മറന്നു കളഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് അതിലേക്കും ഇതിലേക്കും ചാഞ്ചാടി എന്നെ നിർത്തിയിരിക്കുന്നതായ സ്ഥാനത്ത് ഞാൻ ദോഷം വരുത്തുന്നതിനായി തരാൻ അനുവദിക്കരുത്. കർത്താവേ, ഈ വീണ്ടെടുപ്പിൽ എനിക്ക് നിൽക്കണം. ഈ വെള്ളി ചുവട്ടിൽ എനിക്ക് നിൽക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. എനിക്ക് മറ്റൊന്നിനും വേണ്ടി എന്നെ കാണാനല്ല, എന്നെ ആരെയും കാണിക്കാനല്ല. എൻ്റെ രക്ഷിതാവിനെ ഒന്ന് വിടർത്തിക്കാട്ടണം. എൻ്റെ രക്ഷിതാവായ യേശുവിനെ ഈ ലോകത്തിന് മുമ്പിൽ ഒന്ന് വിടർത്തിക്കാട്ടണം. എത്രത്തോളം മനോഹര രൂപനായി എൻ്റെ യേശുവിനെ വിടർത്തി കാണിക്കാൻ കഴിയുമോ? എൻ്റെ ഭാര്യയുടെ മുമ്പാകെ, എൻ്റെ ഭർത്താവിന് മുമ്പാകെ, എൻ്റെ മക്കളുടെ മുമ്പാകെ, എൻ്റെ അയൽക്കാരുടെ മുമ്പാകെ, എൻ്റെ ഇടവക്കാരുടെ മുമ്പിൽ, എൻ്റെ കൂട്ടായ്മയുടെ ദൈവമക്കളുടെ മുമ്പിൽ എൻ്റെ രക്ഷിതാവിനെ എത്രത്തോളം മനോഹര രൂപിയായി വിടർത്തിക്കാട്ടാൻ കഴിയുമോ അത്രത്തോളം എനിക്കൊന്ന് വിടർത്തിക്കാട്ടണം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.